ലാൽ സാറേ, ഗുഡ് മോർണിംഗ്. എന്താണെന്ന് പരിപാടി? ഞാനിന്ന് കോഴിക്കോടാണ്. UDF ഹെൽത്ത് കമ്മീഷൻ്റെ സിറ്റിംഗ് ആണ് ഇവിടെ കോഴിക്കോട്. അപ്പോൾ നമ്മൾ ഒരുപാട് ആരോഗ്യ പ്രവർത്തകരെയും പൊതുജനങ്ങളെയും സാമൂഹ്യ പ്രവർത്തകരെയൊക്കെ പ്രതീക്ഷിക്കുകയാണ്. കോഴിക്കോടുമായിട്ട് പ്രധാനമായിട്ടും കോഴിക്കോട് ബന്ധപ്പെട്ട ആരോഗ്യ വിഷയങ്ങളിലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളുമൊക്കെ ചോദിക്കാനായിട്ടും അറിയാനായിട്ടാണ് ഇന്ന് കോഴിക്കോട്. UDFിൻ്റെ ഹെൽത്ത് കമ്മീഷൻ അംഗങ്ങൾ, ബഹുമാന്യരെ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കൂടുതലായി സംസാരിക്കുന്നത് അനുചിതമായ സന്ദർഭത്തിൽ ഈ ബഹുമാന്യരായ കമ്മീഷൻ അംഗങ്ങളെ വരെ പേര് വായിക്കാൻ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ്. ഡോക്ടർ SS ലാൽ, അദ്ദേഹം വിശ്വഭരനാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും മേലൊരു വൈദ്യർ തന്നെയാണ്, നമുക്കറിയാം, കേട്ടിട്ടുണ്ടാവും. ഡോക്ടർ PN അജിത, ഡോക്ടർ OT ബഷീർ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് വിദഗ്ധന്മാർ ജോയ്, അഡ്വക്കേറ്റ് JC തോമസ്, മാർബൽ സോമൻ, ഡോക്ടർ മീനാക്ഷി, ഡോക്ടർ K നസറുദ്ദീൻ, മിസ്റ്റർ രഞ്ജിത്ത് അപ്പൂട്ടൻ നായർ, മിസ്റ്റർ കിരൺ രാജൻ. ഈ ബഹുമാന്യരായ കമ്മീഷൻ അംഗങ്ങളെയും അവരെ സഹായിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള എല്ലാ വിദഗ്ധന്മാരെയും കോഴിക്കോട് ജില്ലാ UDFിന് വേണ്ടി അഭിവാദ്യം ചെയ്യാണ്. അവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പ്രധാന കാര്യം, ഒന്ന് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഹെൽത്ത് സെക്ടറിൻ്റെ കുറച്ച് പോയിന്റ്സ്, ജനറലായിട്ടുള്ള പോയിന്റ്സ് ആണ്. ഒന്ന് സ്പെഷ്യാലിറ്റി ഓറിയന്റഡ്, രണ്ടാമത് പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻസ് എന്ത് വേണമെന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. ദാറ്റ് ഇൻക്ലൂഡ്സ് ഫുഡ് സേഫ്റ്റി മെഷേഴ്സ്, സ്ട്രേ ഡോഗ് ഇഷ്യൂ വരുന്നുണ്ട്, വൈൽഡ് ആനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റിനെ കുറിച്ചുള്ള വിഷയം വരുന്നുണ്ട്, പിന്നെ സ്കൂൾ ഹെൽത്ത് വെപ്പിൻ്റെ കാര്യം. 70% ഹെൽത്തിലെ രോഗികൾ ആശ്രയിക്കുന്നത് പ്രൈവറ്റ് സെക്ടറിനാണ്. 70% ഡെലിവറീസ് നടക്കുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. ഈ പ്രൈവറ്റിൻ്റെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഹൈലി കോർപ്പറേറ്റേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റ്സ് ആണ് ഇപ്പോൾ കൂടി. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് നടക്കുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ അറിയാം. All major hospitals in India are owned by foreign private equity funds. എന്തിനപ്പോൾ നമ്മൾ ഇതന്നെ പോകണ്ട, ഈവൻ നമ്മുടെ നാട്ടിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മേജർ ഹോസ്പിറ്റൽ, ആദ്യം മേജർ മണിപ്പാൽ ഹോസ്പിറ്റൽസ് ഇപ്പോൾ സിംഗപ്പൂർ സോവറിൻ ഫണ്ടാണ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 59%. കെയർ ഹോസ്പിറ്റൽ ബാക്ക്സ്റ്റോൺ, അതുപോലെ തന്നെ കിംസ് ഹോസ്പിറ്റൽ കേരളത്തിൽ പല അങ്ങോളം പ്രൈവറ്റ് ഇതിൽ മാനേജ് ചെയ്യുന്നത്. അത് US പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടാണ്. 73% അവരുടെ സ്റ്റേക്ക്. ഇനിയിപ്പോൾ അതും വേണ്ടത് നമ്മുടെ നാട്ടിൽ കോഴിക്കോട് വരാം. BMH ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഈ അവർക്ക് ഒരു ഹോസ്പിറ്റലല്ല, ഈ നോർത്തേൺ കേരള മൊത്തം ബ്രാഞ്ചസ് ആണ്. അത് ഇപ്പോൾ ടേക്ക് ഓവർ ചെയ്തത് KKR ഗ്രൂപ്പാണ്. 70% അവരുടെ സ്റ്റേക്ക്. ഈ ഒരു അക്വയർ ചെയ്യുന്ന ഹോസ്പിറ്റലൊക്കെ ഹൈലി പ്രോഫിറ്റ് മേക്കിംഗ് ഹോസ്പിറ്റൽസ് ആണ് അവർ അക്വയർ ചെയ്യുക. വെറുതെ ഏതെങ്കിലും ഹോസ്പിറ്റൽ അവർ അക്വയർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ പ്രോഫിറ്റ് മുഴുവൻ പോകുന്നപ്പോൾ വിദേശ നാട്ടിലാണ്, നമ്മുടെ നാട്ടിലല്ല. ഇതാണ് അതിൻ്റെ ഇക്കണോമിക് ആസ്പെക്ട്. അതുപോലെ തന്നെ നാച്ചുറലി മെഡിക്കൽ എത്തിക്സ്. ഇവിടെ ഇത് കാഷ്വാലിറ്റിയിലോ അല്ല മറ്റൊരിക്കുന്ന എമർജൻസിയിലോ ഇരിക്കുന്ന ഡോക്ടർക്ക് ടാർഗറ്റ് കൊടുക്കുകയാണ്. ഇന്ന് വൈകുന്നേരം മണിക്ക് ഇത്ര സ്കാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. അവർക്ക് ചെയ്തേ മതിയോ, കാരണം അവർ അവിടുത്തെ എംപ്ലോയി ആണ്. അപ്പോൾ ഇതാണ് ഈ കോർപ്പറേറ്റ്സ് വരുമ്പോഴത്തെ പ്രശ്നം. ഇത് ഇന്നത്തെ ഒരു വലിയൊരു വിഷയമാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? മെഡിക്കൽ കോളേജ് എല്ലാ ഡിസ്ട്രിക്റ്റിലും മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ഇന്നിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 33-34 മെഡിക്കൽ കോളേജാണ്, ഇൻക്ലൂഡിങ് കേരളത്തിലെ ഗവൺമെൻറ് സെക്ടറിലടക്കം. എന്താണ് ഒരു മെഡിക്കൽ കോളേജ് ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ കോളേജ് എന്താണ്? ടീച്ചിങ്, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആണ്. അവിടെ ടീച്ചിങ്, ട്രെയിനിങ് ആൻഡ് റിസർച്ച്, അല്ല പേഷ്യൻ്റ് കെയർ ഈസ് ഓൺലി എ ബൈ പ്രോഡക്റ്റ്. അത് ഇപ്പം ഇവരൊക്കെ പേഷ്യൻ്റ് കെയറിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജ് വരുന്നത് പറയുന്നത്. ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ്, പേഷ്യൻ്റ് കെയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു മെഡിക്കൽ കോളേജ് വേണം, നമ്മുടെ സൈഡിൽ ഒരു മെഡിക്കൽ, ഓരോ ഡിസ്ട്രിക്ട് മെഡിക്കൽ കോളേജ് വേണം. അതിന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഞങ്ങളുടെ OP ഇറങ്ങി വന്ന 2 ഡോക്ടർമാരുണ്ട്, അവർ വേഗം താങ്ക് യു ഡോക്ടർ ലാൽ. ഞാൻ സൈക്കാട്രിസ്റ്റാണ്, മെഡിക്കൽ കോളേജ് സർവീസിലായിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടുത്തെ ഇൻഹാൻസിൻ്റെ ഡയറക്ടറായിരുന്നു. ഇപ്പം സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നമുക്ക് ഒരു പ്രധാന സ്ത്രീകളുടെ മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കാരണം സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെ പറ്റി പറയുമ്പോൾ ചില മാനസിക രോഗങ്ങൾ, പ്രത്യേകിച്ച് ഡിപ്രഷൻ, പല ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ഇതെല്ലാം സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്.
അപ്പം അതുകൊണ്ട് നമുക്കൊരു ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ളൊരു OPD മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയിലും അത് നടത്തേണ്ട ഒരു ലേഡി സൈക്കാട്രിസ്റ്റ് തന്നെയാണ്. പിന്നെ സൂയിസൈഡ് പ്രിവെൻഷൻ ക്ലിനിക്കുകളെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ 2024 സൂയിസൈഡ് കേരളത്തിൽ 30.2 per 1 lakh പോപ്പുലേഷനാണ്. 5 വർഷം മുമ്പ് കേരളം സൂയിസൈഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 4 വർഷമായിട്ട് ഇതാ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും നമുക്കിപ്പോൾ നാഷണൽ ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും എഗെയിൻ കേരളം ആയിരിക്കും 1-2 സ്ഥാനത്ത് ആത്മഹത്യയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ മെയിനായിട്ട് നമുക്ക് സൂയിസൈഡ്സിൻ്റെ കാരണങ്ങൾ നോക്കുമ്പം ഫാമിലി പ്രോബ്ലംസ് ആണ് ഇതിൽ ഉയർത്തി കാണിക്കുന്നത്. more than 50% ഓഫ് ദ സൂയിസൈഡ്സ് റീസൺ അതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ സൂയിസൈഡ് നടക്കുന്ന യുവാക്കളുടെ ഇടയിലാണ് 70%. അപ്പം അങ്ങനെ നോക്കുമ്പം സൂയിസൈഡ്സ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കൊരു ഫാമിലി ഫോക്കസ്ഡ് ആയിട്ടൊരു ഇൻ്റർവെൻഷൻ നമുക്ക് വേണം. അപ്പം അതിനും നമുക്ക് ഈ പറഞ്ഞ പോലെ താലൂക്ക് ഹോസ്പിറ്റലും ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും സൂയിസൈഡ് പ്രിവെൻഷൻ ക്ലിനിക്കുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഹെൽത്ത് കമ്മീഷൻ്റെ ഭാഗമായിട്ട് നമുക്കിത് മാത്രം ഒരു ഗ്രാമ സെമിനാർ സെറ്റ് ചെയ്യുക. കേരളത്തിൽ മാനസികാരോഗ്യ നയമുണ്ട്. അത് 90കളിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പോളിസി അതൊന്നും നടപ്പിലായിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് മെൻ്റൽ ഹെൽത്ത് പോളിസി തുടക്കുമ്പോൾ അതിൽ ഡോക്ടർ സുരാജമണിയാണ്. അപ്പോൾ ഞാൻ ഇൻവോൾവ് 94 മറ്റാണ്. അപ്പോൾ കേരളത്തിലെ മാനസികാരോഗ്യ നയം തുടങ്ങിയ ഡിസ്ട്രിക്റ്റിൽ നമുക്കൊന്ന് എടുക്കണം. ഡോക്ടറും കൂടെ ഹെൽപ്പ് ചെയ്യണത് മാനസികാരോഗ്യ നയം എന്നുണ്ടായത്, എത്ര റിവൈസ് ചെയ്തു, ഇപ്പോൾ ഈ എന്തെങ്കിലും അതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്, ഗ്യാപ്സ് എന്താണെന്ന് സാധിക്കാൻ വി ക്യാൻ ഹാവ് ഒരു ഇത് മാത്രം തിരുവനന്തപുരത്തെല്ലാം വെച്ചിട്ട് ഒരു ഇത് ഏത് സർക്കാർ വെച്ചാൽ ഡ്രഗ്സും കൂടി വെച്ചു. മോർണിംഗ് ഡോക്ടർ സുദർശൻ എന്നെ വിളിച്ച് പറഞ്ഞത് ഡ്രഗ്സിന്റെ അഗെയിൻസ്റ്റ് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇൻസിഡൻസസ് ഇൻക്രീസ് ചെയ്യും, യൂസ് ഇൻക്രീസ് ചെയ്ത് വരും. അപ്പം നമ്മുടെ പോളിസി ശരിയല്ലാത്തത് കൊണ്ടാണോ എന്നല്ല, ഡീലിംഗ് ഇറ്റോ അത് ശരിയല്ലാത്തത് കൊണ്ടാണോ? സൂയിസൈഡ് പ്രിവെൻഷൻ ക്ലിനിക്കിലെ വളരെ എളുപ്പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഓരോ പഞ്ചായത്ത് വാർഡിലും അതുപോലെ തന്നെ പഞ്ചായത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെല്ലാം ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രെയിൻഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റോ സോഷ്യൽ വർക്കറോ മതി. അപ്പോൾ ഇവർക്ക് നമുക്കൊരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഈ ഫാമിലി പ്രോബ്ലംസ്, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഇതെല്ലാം അവർക്ക് ഒരു പരിധിവരെ അവർക്ക് കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് വേണ്ടത് പ്രീ മറൈറ്റൽ കൗൺസിലിംഗ് ആണ്. കേരളത്തിൽ കുറേ ഇപ്പോൾ ഈ സൂയിസൈഡ്സും മറ്റ് ഡെവലപ്പ് റിലേറ്റഡ് ഇഷ്യൂസും കുറേയൊക്കെ വരുന്നത് ശരിക്കും ഒരു പ്രീ മറൈറ്റൽ കൗൺസിലിങ്ങിൻ്റെ പോരായ്മയാണ്. നമ്മൾ പുതിയ ആളിനെ അപ്പോയിന്റ് ചെയ്യാൻ ശ്രമിക്കാൻ ഉള്ളവരെ ഉപയോഗിച്ചാൽ ഉള്ളവരെ വെക്കാം. ആശുപത്രിയിൽ നഴ്സസിൽ ഒരു വാർഡിൽ 1-2 കൗൺസിലിങ്ങിൽ പഠിച്ചതിൻ്റെ കാര്യം എളുപ്പമായി. എല്ലാവരെയും പുതിയ ആളെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വരെ ഒരു 2-3 മാസം ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ നമുക്ക് പ്രിവെൻഷൻ ഓഫ് ജെൻഡർ റിലേറ്റഡ് വയലൻസ് ആണ്. പിന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ് ഉള്ള സംസ്ഥാനം കേരളമാണ്. പണ്ട് പഞ്ചാബായിരുന്നു. അതിൻ്റെ ഡേറ്റ ഉണ്ടല്ലോ, ഡാറ്റയുണ്ട്. പെർ ക്യാപിറ്റ കൺസംഷൻ ഓഫ് ആൽക്കഹോളും സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ നമുക്ക് ഡയറക്റ്റായിട്ട് ഡാറ്റ ഇല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് കുറേ റൂൾസ് ഉണ്ട്. പ്രോഗ്രാമിൽ സ്റ്റാൻഡർഡൈസേഷൻ അവയർനെസ് പ്രോഗ്രാമിൽ എല്ലാ മേഖലയിലും ഉണ്ട്. പണ്ട് HIV ക്ലാസ്സുകൾ തുടങ്ങിയ ഇടയ്ക്ക് ഇത് മുഴുവൻ മൊറാലിറ്റിയായിട്ട് ലിങ്ക് ചെയ്തു. മൊറാലിറ്റി ലിങ്ക് ചെയ്യുന്ന HIV വരുന്ന നാട്ടുകാർ കല്ലെറിയാൻ തുടങ്ങി. പിന്നെയാണ് മൊറാലിറ്റി ലിങ്ക് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റെക്കമെൻഡേഷൻ പോകണം. ഈ ഡ്രഗ് അബ്യൂസ് ക്ലാസ്സുകൾ ഗവൺമെൻറ് സിലബസ് തീരുമാനിക്കണം. ഗവൺമെൻറ് മുഴുവൻ പറയും ഇത് എത്ര പഠിപ്പിക്കാമോ, മരുന്നുകൾ പേര് പോലും എന്തിനാണ് പറയുന്നത്. കുട്ടികൾക്ക് 12 വയസ്സുകാരിക്ക് ഡ്രഗിൻ്റെ പേര് പോലും നിൽക്കേണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കണം. ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സൈക്കാട്രിസ്റ്റ് ആഴ്ചയിലൊരിക്കൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പെരി മെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, പോസ്റ്റ്മോർട്ടം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, മേഡത്തിനെ കുറ്റം പറയുന്നതല്ല, പല ഗൈനക്കോളജിസ്റ്റുകൾക്കും ഇപ്പോഴും പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്താണെന്ന് ഡിറ്റക്ട് ചെയ്യാനും പ്രോപ്പറായിട്ട് റെഫർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് റിലേറ്റഡ് ആയിട്ടുള്ള സൂയിസൈഡ്സും ഇൻഫെൻറ്റിസൈഡ്സൊക്കെ വളരെ കൂടുതലാണ്. നമ്മൾ ഈ പീഡിയാട്രീഷ്യൻ കുട്ടിയെയും ഒക്കെ അസസ് ചെയ്യുന്ന പോലെ എല്ലാ ഡെലിവറിയിലും കൺസൾട്ടേഷൻ പോകുന്നതിന് ഗവൺമെന്റിന്റെ എന്തോ ഒരു പ്രോഗ്രാം എന്തോ ഒരു പേര് പക്ഷെ എൻ്റെ ഒരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ അതിനുണ്ടെങ്കിലും അത് നടക്കുന്നില്ല. പിന്നെ ക്വാളിറ്റി ഓഫ് മെഡിസിൻ മെൻ്റൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏത് ആശുപത്രിയിൽ പോയാൽ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. ഞാൻ നേരിട്ട് അനുഭവമുള്ളതാണ്. ഇപ്പം ലിഥിയം കഴിക്കുന്ന ഒരു പേഷ്യൻ്റ്
അതേപടി തന്നെ ലിഥിയം താഴേക്ക് പോയിട്ട് ഗുളിക രൂപത്തിൽ കൃത്യമായിട്ട് കൊണ്ടുവന്ന് കാണിക്കുക. അപ്പോൾ നമ്മൾ മെഡിസിൻ കൊടുത്താൽ മാത്രം പോരെ, മെഡിസിൻ്റെ ക്വാളിറ്റി നമുക്ക് അഷ്വർ ചെയ്യണം. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പം നമ്മുടെ കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ 300 മില്ലിഗ്രാം ക്ലോസപ്പിൻ കൊടുക്കുന്ന ഒരു പേഷ്യൻ്റ് ഒരു വ്യത്യാസവും ഇല്ലാതെ നമ്മുടെ അടുത്ത് വരുമ്പോൾ 50 മില്ലിഗ്രാം ക്ലോസപ്പിൻ്റെ പേഷ്യൻ്റ് ഇമ്പ്രൂവ് ചെയ്യും. 300 മില്ലിഗ്രാം ക്ലോസപ്പിൻ എന്നൊരു ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും ആണ് എഴുന്നേറ്റിരിക്കില്ല, അത്രയും സെഡേഷനായിരുന്നു. ഇതേ പേഷ്യൻറ്റിനെ നമ്മൾ പുറത്തുനിന്നുള്ളൊരു ഔട്ട്സൈഡ് ക്ലോസപ്പിൻ 50 കൊടുത്താൽ പേഷ്യൻ്റ് നല്ല വ്യത്യാസമാണ്. പേഷ്യൻ്റ് സെഡേഷൻ ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. ഒരു ക്വാളിറ്റി ചെക്കിങ് ഇല്ല, ഒരു ക്വാളിറ്റി ചെക്കിങ്. ഇനി ECT എന്നുള്ളൊരു സംവിധാനം നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ECT നമുക്ക് മെൻ്റൽ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലൊക്കെ കൊടുക്കാനായിട്ട് പലപ്പോഴും കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അനസ്തെറ്റിസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ അനസ്തെറ്റിസ്റ്റ് ഇല്ലാത്തതുകൊണ്ടും കിട്ടാൻ പ്രയാസമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഹൈലി സൂയിസൈഡലും വയലൻ്റ് ആയിട്ടുള്ള പേഷ്യൻസ് കൊടുക്കാനായിട്ട് ഇതിനൊക്കെ ഒഴിവാക്കും. പിന്നെ നമുക്കൊരു ലാസ്റ്റാണ് മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് ഉണ്ട് 2017. അപ്പോൾ അത് പ്രകാരം മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് വരുമ്പോഴത്തെ പ്രശ്നമാണ്. ഈ മെൻ്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് ശരിക്കും അവർ പറയുന്ന മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് ഉണ്ടല്ലോ, അത് ശരിക്കും ഇന്ത്യക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒന്നേയല്ല. അത് UK അതേ മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് നമ്മുടെ കേരളത്തിൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ ഒന്ന് അതിനെ നമ്മൾ കൊണ്ടുവന്നില്ല, അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടായി. 10 വർഷം ഈ കുതിരവട്ടം മാനസിക ആരോഗ്യ ആശുപത്രിയിലും 10 വർഷം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും 5 വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും വികസന സമിതി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്ന് ഈ സർക്കാർ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് എന്ന് പറഞ്ഞ പരിപാടി നിയമം മൂലം നിരോധിച്ചെങ്കിലും ഇപ്പോഴും അത് അനുച്ഛേദം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കണമെന്ന് പറയുന്നതോടു കൂടി തന്നെ അത്തരം ഡോക്ടർമാർക്ക് ഉച്ചയ്ക്ക് ശേഷം ബന്ധപ്പെട്ട ആശുപത്രികളിൽ ഒരു ചെറിയ ഫീസോട് കൂടി ഈവനിങ് ക്ലിനിക്കുകൾ ആരംഭിക്കുകയാണെങ്കിൽ അത് പൊതുജനങ്ങൾക്കും സർക്കാരിനും ഏറെ ഗുണകരമായിരിക്കും. അത് ചുരുക്കി പറയുകയാണ്. സർക്കാർ ആശുപത്രികളിൽ എല്ലാവർക്കും എല്ലാ തരം ചികിത്സകളും സൗജന്യമാക്കാൻ വരുന്ന UDF സർക്കാരിന് ഭാഗ്യമുണ്ടെങ്കിൽ ചെയ്താൽ വളരെ നല്ലതാണ്. കാരണം എല്ലാ ചികിത്സയും ഇപ്പം എല്ലാത്തിനും പണം വാങ്ങുന്ന സാഹചര്യമുണ്ട്, അത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന് വലിയൊരു സാമ്പത്തിക ബാധ്യത സർക്കാരിന് വരും എന്ന് അറിയാത്തത് കൊണ്ടല്ല, അതിന് KM തുടങ്ങി വെച്ച കാരുണ്യ ലോട്ടറി പോലുള്ള എന്തെങ്കിലും പദ്ധതികളെയോ CSR ഫണ്ടുകളെയോ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. ശ്രീചിത്ര ആശുപത്രി തിരുവനന്തപുരത്തെ അത് ഓടിച്ചു പോകാൻ പറ്റുന്നത് അവിടെ ഇൻകം കൂടെ ഉള്ളതുകൊണ്ടാണ്. അവിടെ ഇന്റർവ്യൂ ബോർഡ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ അസസ്മെന്റ് നടത്തിയിട്ട് ഞാൻ ഇത് അറിയാൻ അഭിപ്രായം അപ്പോൾ സോഷ്യൽ അസസ്മെന്റ് നടത്തിയിട്ട് പൈസ കൊടുക്കാൻ പറ്റുന്നത് പണ്ട് കൂട്ടി 70 എപ്പോഴും നടക്കുന്നത്. അപ്പോൾ അതുപോലെ ആരോഗ്യ രംഗത്ത് സർക്കാർ ആശുപത്രി, സർക്കാർ മെഡിക്കൽ കോളേജിൽ, ജില്ലാ ആശുപത്രിയിൽ ആ സംവിധാനം വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും ലാഭം? അത് ട്രാൻസ്പാരന്റ് ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബോഡി അവിടെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് സജഷൻ. മൂന്നാമത്തെ കാര്യം, ഈ ആശുപത്രികളിലെ വികസന സമിതികളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കൃത്യമായി ചേരുന്നുണ്ട്, എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിക്ക് ചേരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോഴിക്കോട്ടെ മാനസികാരോഗ്യ കേന്ദ്രം, അതേപോലെ ബീച്ച് ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങളിൽ കൃത്യമായി ചേരില്ല. അതിന് കാരണം കളക്ടർമാരുടെ തിരക്കാണ്. കളക്ടർമാരുടെ ഒഴിവനുസരിച്ചാണ് പലപ്പോഴും ചേരുക. അപ്പോൾ 6 മാസം കൂടുമ്പോഴോ 8 മാസം കൂടുമ്പോഴോ ഒക്കെ ഒരിക്കൽ ഒരു ഇടപാടിന് വേണ്ടി ചോദിച്ചോട്ടെ. വികസന സമിതി അംഗമായിരുന്നോട്ടെ, വികസന സമിതി കൂടിയില്ലെങ്കിൽ എന്താണ് നമുക്കറിയാൻ എന്താണ് വികസന സമിതി കൂടിയില്ല എങ്കിൽ പ്രധാനമായും അവിടെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ പോകും. ഇപ്പൊ വികസന സമിതിക്ക് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ട ഓരോ ആശുപത്രികളിലുണ്ട്. ഇപ്പൊ മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ വലിയ ഹൂജ് ഫണ്ട് തന്നെ വരുന്നുണ്ട്. ഇവൻ മരുന്ന് പർച്ചേസ് ഉൾപ്പെടെ, സർജറി എക്യുപ്മെന്റ്സ് പർച്ചേസ് ഉൾപ്പെടെ, അവിടുത്തെ നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ പലതും ചർച്ച ചെയ്യാനോ തീരുമാനമെടുക്കാനോ സാധിക്കാതെ പോകുന്ന സാഹചര്യം. താങ്ക് യു സർ. ഏതായാലും UDFന്റെ ഇങ്ങനെ സംവിധാനം വെച്ചതിൽ അത്യന്തം സന്തോഷമുണ്ട്. എൻ്റെ പേര് KC ശോഭിത. ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിലെ പാർട്ടി ലീഡറാണ് UDFന്റെ. അപ്പം ഞാൻ ഒരു കോർപ്പറേഷന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്റ്റാൻഡർഡൈസേഷൻ നിർബന്ധമാക്കണം എന്നാണ് ആദ്യമേ പറയാനുള്ളത്.
കാരണം നമുക്കറിയാം പലതും ഓരോ വർഷമായിട്ടുള്ള പദ്ധതികളിൽ വരുന്ന സമയത്ത് ആദ്യം ഒരു ചെറിയ സ്ട്രക്ചറിൽ തുടങ്ങി പിന്നെ ഏച്ചുകൂട്ടലുകളിലാണ് ആ സ്ട്രക്ചർ എത്തി നിൽക്കുക. പലപ്പോഴും പരിമിതമായ സൗകര്യങ്ങളും വീർപ്പ് മുട്ടുന്ന മര്യാദയ്ക്കുള്ള പ്രോപ്പർ വെന്റിലേഷൻ പോലും ഇല്ലാത്ത കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള രീതിയിലാണ് പലപ്പോഴും UNCകളും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിലൊരു മാറ്റം വരണം. മാത്രമല്ല നിയമനങ്ങൾ സ്ഥിരം നിയമനങ്ങളായിരിക്കണം. കാരണം നമുക്കറിയാം ഞങ്ങളിപ്പോൾ വാർഡ് കൗൺസിലേഴ്സ് എന്നുള്ള രീതിയിൽ അവിടെ മെഡിക്കൽ ഓഫീസർമാർ പോലും താൽക്കാലിക നിയമന അടിസ്ഥാനത്തിലാണ്, കോർപ്പറേഷനാണ്. അപ്പം താൽക്കാലിക നിയമന അടിസ്ഥാനത്തിലാകുമ്പോൾ മെറ്റേണിറ്റി ലീവിലും മറ്റും പോകുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ നിയമനങ്ങൾ താൽക്കാലികമായതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമുക്കൊരു സ്റ്റാഫിന്റെ ഒരു ഷോർട്ടേജ്, അത് ഇൻക്ലൂഡിങ് മെഡിക്കൽ ഓഫീസറുടെ ഷോർട്ടേജുകൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ സ്റ്റാഫ് പാറ്റേൺ നിർണ്ണയിക്കുമ്പോൾ നിലവിലുള്ള വേക്കൻസികൾ പ്ലസ് ഒരു നിശ്ചിത നമ്പർ കൂടി കണക്കാക്കണം. ഇത്തരം ഒഴിവുകളിലേക്ക് ഏത് സമയവും വരുന്ന ഒഴിവുകൾ നികത്താൻ പാകത്തിനുള്ള രീതിയിലുള്ള സ്റ്റാഫ്, അത് സ്റ്റാഫ് നഴ്സ് ആയാലും അറ്റൻഡർ ആയാലും അത്തരം ആളുകളെ കൂടി ഉള്ള ഒരു സംവിധാനമാക്കി മാറ്റണം എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്ഥാപനങ്ങളിലല്ലാതെ സ്വകാര്യ മേഖലയിൽ പോകുന്ന അവസരത്തിൽ ഓരോ ആശുപത്രിയിലും വാക്സിനേഷന് വ്യത്യസ്ത റേറ്റുകളാണ്. തീർച്ചയായിട്ടും സ്വകാര്യ മേഖല അത് നിലനിൽക്കേണ്ടതാണ്. എന്നിരുന്നാലും അത് വലിയ രീതിയിലുള്ള ഒരു ടാക്സിംഗിലല്ലാതെ, പ്രത്യേകിച്ച് വാക്സിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ കുറച്ചുള്ള ഒരു ഇടപെടലുകൾ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രസവവും പ്രസവാനന്തരമുള്ള ബർത്ത് കൺട്രോൾ മെക്കാനിസവും ഒക്കെ സ്ത്രീയുടേത് മാത്രമായിട്ട് ഒതുങ്ങുന്നു. അപ്പൊ അതിന് ആവശ്യം നമ്മള് ഈ ആരോഗ്യം എന്നുള്ളത് നമ്മള് പറയുമ്പോൾ അത് വിദ്യാഭ്യാസത്തിൽ തന്നെ ആരോഗ്യവും ബോധവൽക്കരണവും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ പെട്ടെന്ന് വീണുപോയി. നേരെ മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പരിശോധന എടുത്തോ തുടന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന് ഓപ്പറേഷൻ ചെയ്യാൻ 1.5 ലക്ഷം റുപ്യ വേണമെന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങള് പ്രാഥമിക ചികിത്സകളിൽ വീട്ടിലെത്തി. ആ റിക്കാർഡുമായി സഹകരണ ഹോസ്പിറ്റലിലെത്തി. സഹകരണ ഹോസ്പിറ്റലിൽ നിന്ന് 1 ലക്ഷം റുപ്യ പറഞ്ഞു. ആ സഹകരണ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങള് പിന്നെ ഇക്ര ഹോസ്പിറ്റലിൽ പോയി. ഇക്ര ഹോസ്പിറ്റലിൽ 65,000 റുപ്യക്ക് വളരെ സുഖകരമായി ഓപ്പറേഷൻ കഴിഞ്ഞു. ഇതൊരു മെഡിക്കൽ മേഖലയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ കച്ചവടം. ഈ കച്ചവടം നിർത്തുന്നതിന് വേണ്ടി ഒരു വിജിലൻസ്, ഒരു മാസമെങ്കിലും ഒരു വിജിലൻസ് അന്വേഷണം ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിന്റെ റെക്കോർഡൊക്കെ പരിശോധിച്ച് സ്ഥിരമായിട്ട് തന്നെ എല്ലാ മാസങ്ങളിലും അങ്ങനെ അന്വേഷണം. മറ്റു പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഈ കാസ്പ് നിർത്തലാക്കിയത് കൊണ്ട് ഈ പാവപ്പെട്ട കിഡ്നി രോഗികൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത കിഡ്നി രോഗികൾക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ് ഉണ്ട്. ഇപ്പൊ നടക്കുന്നില്ല. ഇപ്പൊ ഇക്ര ഹോസ്പിറ്റൽ നടക്കുന്നില്ല. മെഡിക്കൽ കോളേജോ അതല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ മാത്രമാണ് നടക്കുന്നത്. ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്യേണ്ട പൈസ അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങൾ ഇക്ര ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. അവര് ഞങ്ങളോട് പറഞ്ഞിരുന്നത് 35 കോടിയോളം അവർക്ക് പെൻഡിങ് ഉണ്ട്, ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് മുന്നോട്ട് ഇനി പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് കാസ്പ് നിർത്തലാക്കിയത്. അതുപോലെ തന്നെ സാറേ, നിങ്ങൾ കിഡ്നി രോഗികൾ കഴിക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ്, കിഡ്നി മാറ്റിവെച്ചവർ കഴിക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ്, അതുപോലെ തന്നെ ടാഗ്രോലിമോസ് ടാബ്ലറ്റുകൾ കാരുണ്യ ഫാർമസി വഴി ലഭ്യമാവുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. പിന്നെ കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കൂടുതൽ ഞങ്ങൾ ആശ്രയിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അപര്യാപ്തതയോ എന്താണെന്ന് അറിയില്ല. പലരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിഡ്നി മാറ്റിവെക്കാൻ ചെയ്യാൻ തയ്യാറാവുന്നില്ല. പലരും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ നല്ലൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സ്നേഹസ്പർശം പദ്ധതി വഴി വളരെ നിർദ്ധരായ കിഡ്നി രോഗികൾക്ക് ഡോണർമാർ വീട്ടിൽ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് ഡോണർമാർ ഉണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായി കിഡ്നി മാറ്റി വെച്ചുള്ള പദ്ധതിയുണ്ട്. അതിപ്പം കോഴിക്കോട് ജില്ലയിൽ മാത്രമാണുള്ളത്. ആ പദ്ധതി കേരളത്തിലെ മറ്റുള്ള എല്ലാ ജില്ലാ പഞ്ചായത്തുകളിലേക്കും മാറ്റാൻ വേണ്ടി ഞങ്ങൾ എല്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും നിവേദനം കൊടുത്തിരുന്നു. അതിന് ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല. എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നേരത്തെ ഫണ്ട് കൊടുത്തത്. ഇപ്പം ഗവൺമെന്റിന്റെ എന്തോ ഒരു ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. നേരത്തെ ഞങ്ങളെ സാധാരണ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് വാർഡുകളിൽ നിന്നും കളക്ട് ചെയ്ത ഫണ്ടായിരുന്നു സ്നേഹസ്പർശത്തിലേക്ക് കൊണ്ടുപോയിരുന്നത്. അപ്പൊ മറ്റുള്ള ജില്ലകളിലും ഇതുപോലെ തന്നെ മലപ്പുറത്ത്
അതുപോലെ കണ്ണൂര്, തൃശ്ശൂര്, കാസർഗോഡ്, അവിടെയൊക്കെ ഒരുപാട് കിഡ്നി രോഗികൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഫണ്ടില്ലാത്ത കാരണം കിഡ്നി മാറ്റി വെക്കാതെ ഡയാലിസിസ് ചെയ്തു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡയാലിസിസ് കേന്ദ്രങ്ങൾ ഇപ്പം ഈ സർക്കാർ ഹോസ്പിറ്റലുകളിൽ അപര്യാപ്തതയാണ്. വെച്ചാൽ ഈ ഡയാലിസിസ് സ്ലോട്ട് ഒഴിവില്ലാത്ത പ്രശ്നമുണ്ട്. ഇപ്പോൾ എല്ലാ എന്താ പറയുക ഹോസ്പിറ്റലുകളിലും സ്ലോട്ട് ഒഴിവില്ലാത്ത കാരണം 25-30 ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുകയാണ്. അവർ പലരും പ്രാർത്ഥിക്കുന്നത് വളരെ എന്താ പറയുക ബുദ്ധിമുട്ടിന് പറയാൻ, അവർ മുഴുവനായിട്ട് പ്രാർത്ഥിക്കുന്നത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ സ്ഥലം കിട്ടും അല്ലെങ്കിൽ ആ സ്ലോട്ട് കിട്ടും എന്നുള്ള അവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഡയാലിസിസ് ചെയ്യാൻ ഫണ്ടില്ലാത്തവർ എന്ത് ചെയ്യുന്ന ആ ബുദ്ധിമുട്ടിലാണ്. ഉണ്ട് സാർ, ഞങ്ങൾക്ക് മെമ്മോറണ്ടം ഉണ്ട്. അതെ, ഞങ്ങൾ 13 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മെമ്മോറണ്ടം ഉണ്ട്. ഓ താങ്ക്സ് സാർ. റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താം. ഇതുവരെ പറയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ 1-2 സുഹൃത്തുക്കളെ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചും റീനൽ ഫെയിലർ അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും അത് വളരെ നെസസറി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇതെങ്ങനെ വരാതിരിക്കാമെന്ന് ആരും ആലോചിക്കുന്നില്ല. ഇവിടെ കോഴിക്കോടില് നാഷണൽ ഹെൽത്ത് മിഷന്റെ നേതൃത്വത്തിൽ 2013-14 ജീവതാളം എന്നൊരു പ്രോജക്റ്റ് കോർപ്പറേഷനായിട്ട് ചേർന്ന് തന്നെയാണ് തുടങ്ങിയത്. അത് വളരെ പ്രധാന, ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളെയും ക്യാൻസറിനെയും നേരത്തെ കണ്ടുപിടിച്ചതിന് ശേഷം, മിക്കവാറും സ്ഥലങ്ങളിലെ കണ്ടുപിടിക്കാൻ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അതിന്റെ ചികിത്സ ഉൾപ്പെടെ എങ്ങനെ ഇത് മാറ്റാം, അത് വെറും വാക്കിലല്ല, പഞ്ചായത്തിൽ ഉൾപ്പെടെ സ്ഥലങ്ങളില് കളിസ്ഥലങ്ങൾ, നമ്മൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന കുളങ്ങൾ ഉപയോഗിക്കുക, സൈക്ലിംഗ് ട്രാക്സ്, പിന്നെ ഹെൽത്തി ഡയറ്റിംഗ്, അത് എല്ലാ സ്ഥലത്തും എല്ലാ വീടുകളിലും സമീകൃത ആഹാരം, വ്യായാമം തുടങ്ങിയ കാര്യങ്ങളുടെ ഉദ്ദേശം എത്തിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പക്ഷെ അത് ഒരു വർഷത്തിനുള്ളിൽ അത് പൂട്ടിക്കെട്ടി. നമ്മുടെ എല്ലാ പ്രോഗ്രാംസും പിന്നെ അതിന് ഉണർവുണ്ടായില്ല. ഗവൺമെന്റ് പ്രോഗ്രാം ആയിരുന്നു NHM പ്രോഗ്രാമാണ് സാർ. പക്ഷെ ലോക്കലൈസ് പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ എന്നാൽ കളക്ടർ വളരെ നന്നായിട്ട് തന്നെ അത്, കാരണം ഒരു 2% ഫണ്ട് ഇതിനു വേണ്ടി മാറ്റി വെക്കണമെന്ന് എല്ലാ പഞ്ചായത്തുകൾക്കും ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത വർഷങ്ങളിൽ അത് ഉണ്ടായില്ല. ഇനി എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഇപ്പൊ നമ്മൾ PSCകൾ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ അതിന്റെ എക്സ്പെർട്ടാണ്. എന്നാലും PSCകൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ഹോസ്പിറ്റലിൽ ഇതിനു വേണ്ടിയിട്ടാണ്, അതായത് പ്രിവെൻഷനും വാക്സിനേഷനും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ മനസ്സിൽ അതിനാണ് പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ അത് ഡ്രഗ് ഡിസ്പേഴ്സിനുള്ള സെന്റേഴ്സ് മാത്രം, വെറും മരുന്നുകൾ മാത്രമാണ്. അവിടെ ഡയബറ്റീസിനുള്ള മരുന്നുകളും ഹൈപ്പർ ടെൻഷനുള്ള മരുന്നുകളും ഡംപ് ചെയ്തിരിക്കുക. അതല്ല PSCയുടെ ഉദ്ദേശം. PSCകൾ ഇനിയെങ്കിലും മാറണം എന്നുള്ളതാണ് അടുത്ത പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം, ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞാണ്. BLS-നെ കുറിച്ച് ആരോ പറഞ്ഞു തോന്നുന്നു. ബേസിക് ലൈഫ് സപ്പോർട്ട് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഗവൺമെന്റ് ഇന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എല്ലാ പൗരന്മാർക്കും. പക്ഷെ എത്രത്തോളം പ്രയോജനകരമാവും എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ളത് സ്കൂളുകളിലാണ് കൊടുക്കുന്നത്. ചുട്ടയിലെ ശീലം ചുഴല വരുമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാല് അത് ആ സമൂഹത്തിന് അടുത്ത തലമുറയ്ക്ക് ഉൾപ്പെടെ ഉപയോഗിക്കാൻ പറ്റും. അതെ, കരിക്കുലത്തിൽ ഗവൺമെന്റ് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ, നിർബന്ധമാക്കിയില്ലെങ്കിൽ, അത് ഇത് പാസ്സായാലേ സർട്ടിഫിക്കറ്റ് കിട്ടൂ, പാസ്സാവുന്നൊരു റൂള് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് മാറുള്ളൂ. സാർ സമയം 2 പോയിന്റ് സാർ. ഇനി മെഡിക്കൽ കോളേജിന്റെ കാര്യമാണ്. മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിലും മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത് എന്തിനാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ 1.23 lakhs ഓഫ് മെഡിക്കൽ MBBS സീറ്റാണ് ഈ വർഷം മുതൽ ആയിട്ടുള്ളത്. കണക്കനുസരിച്ച് 1.5 ലക്ഷത്തോളം ഡോക്ടർമാർ ഇന്ത്യയിൽ ജോലിയില്ലാതെ, ഞാൻ പറഞ്ഞതിൽ ജോലി ഇല്ലാതെ നിൽക്കുന്നുണ്ട്. വേറൊരു 2 ലക്ഷത്തോളം ആൾക്കാർ ജോലി സ്ഥിരതയില്ലാതെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്താണ് ഉദ്ദേശം? ചികിത്സയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളിൽ മറ്റ് ഹോസ്പിറ്റലിൽ സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ആരോ പറഞ്ഞു ഫറൂഖില്, അവിടെ സ്പെഷ്യലിസ്റ്റിനെ പോസ്റ്റ് ചെയ്യട്ടെ. നമ്മളിപ്പോ പറയുന്ന കാർഡിയോളജിസ്റ്റും യൂറോളജിസ്റ്റും, ഞാൻ പറയാ സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ ആൾക്കാർ PSCയിൽ ഇരിപ്പുണ്ട് സാർ. PSCയിലാണ് അവരെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെവിടെ എന്ത് ചെയ്യാനാണ് സാർ? അവർ ഓരോ വർഷം കഴിയുന്നവർ, എല്ലാ ഡോക്ടർമാർക്കും ബാക്കി നഴ്സുമാർക്കും എല്ലാം അറിയാം, ഓരോ വർഷം കഴിയുന്നവർ നമ്മൾ ചെയ്തതിലെ സ്കില്ല് പൊക്കോണ്ടിരിക്കുകയാണ് ചെയ്യുക. ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് സാർ, PSCയിൽ ഇരിപ്പുണ്ട് സാർ. അപ്പൊ ഇവരെയൊക്കെ മാറ്റി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ഭയങ്കര പൈസ ആണ്. ഗവൺമെന്റ് ഹ്യൂജ് എക്സ്പെൻസ് ആണ് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ. അപ്പൊ ഈ മെഡിക്കൽ കോളേജ് ഏതാണ് അതിന്റെ സ്റ്റാഫ്, അതിന്റെ ടീച്ചേഴ്സ് എല്ലാം വേണം. അപ്പൊ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഉള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനെ നമ്മൾ സുഖമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നടത്താൻ പറ്റും. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഗവൺമെന്റ് സീറ്റിൽ പഠിച്ചിട്ട് പുറത്തിറങ്ങിയ ഒരു കുട്ടി എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിത്തരുമ്പോൾ ദിവസം 500 രൂപ കിട്ടിയാലും കുഴപ്പമില്ല. ലോൺ അടയ്ക്കാനുണ്ട്, വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് വരെ ഉണ്ട് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് ജോലിക്ക് വേണ്ടി തെണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് യങ് ഡോക്ടേഴ്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ 52 വർഷമായി ഫാർമ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. കാലിക്കറ്റിലെ സർജിക്കൽ അസോസിയേഷൻ പ്രസിഡന്റാണ്. മെഡിക്കൽ കോളേജിൽ HDC ആരംഭിക്കുന്നത് 98ലാണ്. ഇനീഷ്യലി നമ്മളായിരുന്നു കൂടുതൽ സപ്ലൈ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇപ്പം അവിടെ കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് അല്ല. പിന്നെ പേയ്മെൻറ്റ്സ് വർഷങ്ങളായിട്ട് നമ്മൾ പേയ്മെൻറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ ഔട്ട്സ്റ്റാൻഡിങ് 92 കോഴ്സാണ് അവിടെ ഔട്ട്സ്റ്റാൻഡിങ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കാലിക്കറ്റ് ഡിസ്ട്രിക്ട് മാത്രം കൊടുക്കാനുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ എത്ര പെൻഡിങ് ഉള്ള 92 കോഴ്സ് 2 കോടി മെഡിക്കൽ കോളേജ് കഴിയുന്ന മാത്രം. പിന്നെ പരിഹാരമുണ്ട്. എന്തൊക്കെ സാധനങ്ങളുടെയാണ് ഞങ്ങൾ സർജിക്കൽ ഡിസ്പോസിബിൾസ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ എന്തിനൊക്കെയാണ് മരുന്നുകൾക്കും ഉപകരണങ്ങൾക്കും എന്തിനൊക്കെയാണ് കൊണ്ടുവരുന്നത്? അതെ, മരുന്നും ഉപകരണങ്ങളും ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് 92 കോഴ്സായി. 3 വേ എക്സ്ചേഞ്ച് കൊടുക്കുന്നത് 12 രൂപ. ഇതവിടെ വിൽക്കുന്ന 582 രൂപയ്ക്കാണ്. എന്നിട്ട് അത് പോരാന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ ഈ പുതിയ ഗ്രൂപ്പ് വന്ന ശേഷം. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഞാൻ 1 രൂപ 70 കൊടുക്കുന്ന ഗ്ലൗസ് ആണ് 3 രൂപ 35 പൈസക്ക് ഈ ടെമ്പർ വെച്ച് വാങ്ങിച്ചിരിക്കുന്നത്. അതും ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട്. പിന്നെ ഡ്രഗ് അബ്യൂസിന്റെ കാര്യം പറയുന്നു. ഡ്രഗ് അവൈലബിൾ ആയതുകൊണ്ടല്ലേ ഡ്രഗ് അബ്യൂസ് വരുന്നത്. അപ്പൊ നമ്മൾ കൗൺസിലിംഗ് നടത്തുന്നത് മാത്രമൊന്നും കാര്യമില്ല. സോഴ്സിനെ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ. 2-3 പോയിന്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ പത്രത്തിലെ കണ്ടൊരു കാര്യം, ആന്റി മൈഗ്രേഷൻ മൂവ്മെന്റ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കും. UK-ലുണ്ട്, കാനഡയിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴേ അഡ്രസ് ചെയ്ത് തുടങ്ങും. കാരണം വെച്ചാൽ നമ്മുടെ നഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫിനൊക്കെ ഓപ്പർച്യൂണിറ്റി വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അഥവാ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മളെക്കാളും പ്രിഫർ ചെയ്യുന്നത് ഫിലിപ്പീൻസിലുള്ള സ്റ്റാഫ്. കാരണം അവിടുത്തെ നഴ്സസിനെയാണ്. കാരണം എന്താ വെച്ചാൽ അവരൊന്ന് US കോളനിയായിരുന്നു ഒരുപാട് വർഷങ്ങൾ. അപ്പോൾ ഒരു വെസ്റ്റേൺ കൾച്ചർ അവരെടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നഴ്സസ് അതുപോലെ തന്നെ പാരാമെഡിക്കൽസ് എല്ലാം ഒരു നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്കിപ്പോൾ ഓപ്പണിംഗ് ഇല്ല. പണ്ട് ഒരു വർഷത്തിൽ ലക്ഷങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യാനും അവർക്ക് ജോലി കൊടുക്കാനും ഉള്ള സാധ്യത അല്ലെങ്കിൽ സാഹചര്യം നമ്മുടെ വേണം. അപ്പോൾ അതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഒരു ബെഡ് ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡസ്ട്രി പ്രോൺ സ്റ്റേറ്റ് അല്ല. കാരണം നമുക്ക് ഇൻഡസ്ട്രി അങ്ങനെ ഒന്നുമില്ല. നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന വലിയ ഇൻഡസ്ട്രീസ് ഒന്നുമില്ല. ഇപ്പം ഹെൽത്ത് കെയറിലാണ് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് സാധ്യതയുള്ളത്. കാരണം വെച്ചാൽ ഒരു ബെഡ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരു ബെഡ് ആഡ് ചെയ്യുമ്പോൾ 7 പേർക്ക് നമുക്ക് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് 7 പേര് വേണം. ഡോക്ടറായിട്ടും നഴ്സായിട്ടും എത്രയോടൊപ്പം ഡോക്ടേഴ്സ് ജോലിയില്ലാത്ത അവസ്ഥ. അത് അത്ര തന്നെ ആൾക്കാർക്ക് നമുക്ക് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് അവരെ ഡിപ്പെൻഡൻസ് എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ 100 ബെഡ് ആഡ് ചെയ്യുമ്പോൾ 700 പേർക്ക് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് പ്ലസ് ഡിപ്പെൻഡൻസ് എല്ലാം കൂടെ നോക്കും ഒരു 5000 ആൾക്കാർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു കൂടുതൽ ഈസി ആയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ കൊടുക്കുകയാണ്. ബെഡ് ആഡ് പ്രൊവിഷൻ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വേൾഡിലൊക്കെ ഒരു ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അഡിക്ഷൻ സെൻറ്റേഴ്സ് നമുക്ക് ഒത്തിരി ഉണ്ട്. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് തുടങ്ങേണ്ട ഒരു വിഷയമാണ്. കാരണം അത് നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിൽ വ്യാപകമായിട്ട് അത് വിപുലമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രൈവറ്റ് വേറെ പബ്ലിക് വേറെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫെസിലിറ്റീസ് വേറെ എന്നുള്ള രീതിയിലാണ്. ഇത് രണ്ടും നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് high-end പ്രൊസീജിയേഴ്സ് ഇപ്പം ഗവൺമെൻറ്റിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് പ്രൈവറ്റിലെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഗവൺമെൻറ്റിൽ അതിൻ്റെ എക്സ്പേർട്സ് ഇല്ലെങ്കിൽ നമ്മളിവിടെ പ്രൈവറ്റിൽ നിന്ന് ഡോക്ടേഴ്സ് അവിടെ പോയിട്ട് ഇതൊരു കൊളാബറേറ്റീവ് മോഡൽ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ഇപ്പോൾ സാമ്പത്തിക പ്രയാസമുള്ളവർക്കാണെങ്കിൽ ഈ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അത് മറ്റെല്ലാ കൺട്രീസിലും അങ്ങനെയുണ്ട്. ആ രീതിയിൽ നമുക്കൊരു കൊളാബറേറ്റീവ്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു പോയിന്റോട് കൂടി ഞാൻ നിർത്താം. ഒരു BLSൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. അപ്പോൾ BLS ഞങ്ങളെ ഒരു ടീം തന്നെയുണ്ട് BLS ട്രെയിനിങ് കൊടുക്കും. പക്ഷെ അതുപോലെ എല്ലാവരും എല്ലാ ഹോസ്പിറ്റൽസും എല്ലാ ഗവൺമെൻറ്റും പ്രൈവറ്റും എല്ലാം കൂടെ ചേർന്നാൽ ഇത് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രം പോരാ, അത് എക്സാമിൻ്റെ ഒരു ഭാഗം കൂടെ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. പ്രത്യേകിച്ച് സ്കൂൾ തലത്തിൽ തന്നെ ഈ ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതൊരു താങ്ക് യു. ആശാ വർക്കർമാർക്ക് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ മെഡിസിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനിടയിൽ ആശാ വർക്കർമാർക്ക് മരുന്ന് വിതരണത്തിനുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു സർക്കാർ. നിർദ്ദേശമല്ല, മെഡിസിൻ അടക്കം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ മെഡിസിൻ കൊടുക്കുമ്പോഴും പരിശീലനം ലഭിച്ചുവെങ്കിലും ഒരു ഡോക്ടർ ചെയ്യേണ്ട കാര്യം ആശാ വർക്കർമാരിലൂടെ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ നമ്മുടെ സംഘടനകളൊക്കെ ഇടപെട്ട് അത് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു അറിയിപ്പ് കൊടുത്തു. അതായത് പാരസിറ്റാമോള്, അയൺ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ പാരസിറ്റാമോളിന്റെ അമിത ഉപയോഗം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്.
ഈ പാരസിറ്റാമോൾ കൊടുക്കുമ്പോൾ അപ്പൊ ഈ ആശാ വർക്കർമാരിൽ ആശങ്ക വന്നപ്പോൾ ആ മരുന്ന് കൊടുക്കേണ്ടതില്ലാന്ന് നമ്മൾ കുറെ ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തില്ല. പക്ഷെ ആ മെഡിസിൻ പോലും കാലാഹരണപ്പെട്ട മെഡിസിൻ ആയിരുന്നു. ഇന്ന് അങ്ങനെ ആ മെഡിസിൻ ലാസ്റ്റ് ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയപ്പെട്ട് നമ്മൾ ആശമാര് ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചപ്പോൾ ആ മരുന്ന് തിരിച്ചേൽപ്പിക്കേണ്ടായിരുന്നു കൊടുക്കാതെ. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പൊ പുതിയൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഒരു വേതനവും കൊടുക്കാതെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് 8 വരെ വനിതാ ദിനം വരെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത ഉത്തരവാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. സ്ത്രീ ക്യാമ്പയിൻ, അതായത് സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സേവനങ്ങൾ ആഴ്ചയിൽ 3 ദിവസം ക്യാമ്പുകളിലൂടെയും ഒക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഓണറേറിയം 7000 രൂപയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇൻസെന്റീവും. അങ്ങനെ 10,000 രൂപ ശരിക്കും ഉള്ളൂ, 10,500. അത് കൃത്യമായ മാനദണ്ഡങ്ങളോട് കൂടിയിട്ടാണത് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 2000 രൂപ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾക്കും ഇൻസെന്റീവായിട്ടും, പിന്നെ ഒരു 500 രൂപ പെർഫോമൻസ് ഇനം. അത് പെർഫോമൻസ് ഇനം എന്ന് പറയുമ്പോൾ ഇതിൽ പറയുന്ന ജോലികളാണ്. ഇതിൽ പറയുന്ന ജോലികൾ 500 രൂപ പ്രതിമാസം കിട്ടിയാലേ 7000 രൂപ ആശമാർക്ക് കിട്ടൂ എന്ന ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. പക്ഷേ ആ പെർഫോമൻസ് ഇൻസെന്റീവില് കേൾക്കുമ്പോൾ 500 രൂപക്ക് പോലും ജോലി ചെയ്യാത്ത ആശമാർക്ക് എന്തിനാ കൊടുക്കുന്നത് എന്ന ചോദ്യം വരുമെങ്കിലും ഈ 500 രൂപ ആകുന്നതിന് നമ്മൾ എടുക്കുന്ന എഫേർട്ട്, കാരണം ഒരു കുട്ടിക്ക് കുത്തിവയ്പ്പ് ചെയ്താൽ ഒരു മാസം 20 രൂപയാണ് ഒരു കുട്ടിക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും 400, 450, ചില ആളുകൾക്ക് മാത്രം ഈ JSY പോലുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമ്പോൾ മാത്രം 500 കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ 470 വരെ ആണെങ്കിലും 500 രൂപ കിട്ടാത്തതിന്റെ പേരിൽ അവർക്ക് 3500ലേക്ക് താഴോട്ട് പോവാം. അപ്പോൾ അതുപോലെ ആശാ വർക്കർമാർക്ക് ഇപ്പോൾ സർക്കാർ ഭയങ്കരമായി ആഘോഷിച്ചു കൊണ്ടുനടക്കുന്ന ശൈലി പ്രോഗ്രാമും 40-ലധികം ചോദ്യങ്ങളാണ് ആ ശൈലി പ്രോഗ്രാമിലൂടെ ചോദിക്കുന്നത്. അത് ആശാ വർക്കർമാരെ ഫീൽഡ് തലത്തിൽ ഇറങ്ങി നമ്മുടെ ആളുകളെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട രേഖകളാണ്. രേഖകൾ മാത്രം എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ അരവണ്ണം, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അരവണ്ണം അടക്കം അതിലെടുക്കണം. ഒരു സ്ത്രീ ഇന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫീൽഡ് പോയൊരു വീട്ടിൽ ഒരു പുരുഷൻ മാത്രമുണ്ടെങ്കിൽ അരവണ്ണം ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ നിരവധി തവണ നമ്മൾ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അതൊന്നും പിന്നെ അതുപോലെ തന്നെ അത് ചെയ്യേണ്ടത് മുഴുവനും നെറ്റ് വഴി ആണ് ചെയ്യേണ്ടത്. അതിന് ശൈലിക്ക് ഒരു പ്രത്യേക ആപ്പ് സൃഷ്ടിച്ചിട്ടാണ് സർക്കാർ അത് ഇവരെ ചെയ്ത് ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ ഒരു വിഷയം ഒരുപാട് ആളുകൾ ചെയ്യാത്തതിന് മേലുദ്യോഗസ്ഥന്മാരെ ആശാ വർക്കർമാരെ നിരന്തരം ചൂഷണം ചെയ്ത് ചീത്ത പറയുക, അങ്ങനെ മാനസികമായൊക്കെ പ്രയാസപ്പെടുത്തിയ സമയത്ത് കോഴിക്കോട് DPM-നെ ഞാൻ കാണാൻ പോയി. അപ്പോൾ DPM-ന്റെ അടുത്ത് സംസാരിച്ചു, സാർ ശൈലി ആപ്പ് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം ശരിക്കും നടക്കുന്നതാണോ? കാരണം ശൈലി ആപ്പ് എന്ന് പറയുന്ന NCD, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരാതിരിക്കാൻ മുൻ പ്രതിരോധമാണല്ലോ. അത് എത്രമാത്രം ഈ ഒരു ആശമാരുടെ സർവേ കൊണ്ട് നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും? അപ്പൊ DPM എന്നോട് കുറച്ച് നേരത്തെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ പറയുന്നത് സാർ മനസ്സിലാക്കണം. കാരണം ഈ ഒരു അരവണ്ണ അടക്കമുള്ള കാര്യങ്ങൾ എടുക്കാൻ ഒരിക്കലും ഒരു സ്ത്രീ, ഒരു ആശ എന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അതിന് ശരിക്കും പറഞ്ഞാൽ ഫീൽഡ് ഉദ്യോഗസ്ഥന്മാരായിട്ട് JPHമാരും JHമാരൊക്കെ ഫീൽഡ് ഉദ്യോഗസ്ഥന്മാരായിട്ടാണ് അവർ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അവരൊന്നും ഈ ഒരു പ്രവർത്തനത്തിന് ചുരുക്കം ചില ആളുകൾ മാത്രമേ വരുന്നുള്ളൂ. അത് വെറും ആശമാരിൽ മാത്രം നിക്ഷിപ്തമായിട്ടാണ് പോകുന്നത്. അങ്ങനെ അന്ന് DPM എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, അതുപോലെ ഇവർക്ക് നെറ്റ് ഇഷ്യൂ, ഇതിനൊന്നും വേറെ അലവൻസ് ഒന്നും കിട്ടുന്നില്ല. ഒരു 5 രൂപ ഒരു ആളുടെ ശൈലി പൂർത്തീകരിച്ചാൽ കൊടുക്കുമെന്ന് പറഞ്ഞാലും അത് വല്ലപ്പോഴും ആണ് കിട്ടാറ്. അപ്പൊ ഈ നെറ്റിന്റെ ഇഷ്യൂ കാരണം ഇവർക്ക് ഈ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ അത് നെറ്റ് ഇഷ്യൂ കാരണം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർ തിരിച്ചു വരും, വീട്ടിൽ പോകും. അങ്ങനെ ഒരു അരമണിക്കൂർ ഒരാളുടെ ഒരു രേഖ കളക്ട് ചെയ്യാൻ വേണം. അപ്പോൾ ഈ DPM എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, നെറ്റ് ഇല്ല, ഫോൺ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്തു പോകും. കഴിഞ്ഞ 23 വർഷമായിട്ട് കോഴിക്കോട് ജില്ലയിലെ സർക്കാരിൻ്റെ ആരോഗ്യവിഭാഗത്തിന് വേണ്ടിയിട്ട് HIV പ്രിവെൻഷൻ പ്രോജക്റ്റ് ചെയ്യും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കിടയിൽ HIV പ്രിവെൻഷൻ പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു NGO ആണ് CSRD. 2003 മുതൽ ഏകദേശം ഈ ഒരു വർഷത്തിനിടയ്ക്ക് 2000-ഓളം ആളുകളാണ് നമ്മൾ ഇത്തരം മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്നവരായിട്ട് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷനിലും അതുപോലെ പറവൂർ മുനിസിപ്പാലിറ്റിയിലുമായിട്ട് NGO ആണ്. CSRD, സെന്റർ ഫോർ സോഷ്യൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഞാൻ പ്രോജക്ട് മാനേജറാണ്. 2007-ലാണ് നമ്മളൊരു OST പ്രോഗ്രാം, വാട്ടർ സബ്സ്ക്രിപ്ഷൻ തെറാപ്പി, അതായത് ഓപ്പിയം
സബ്സ്റ്റിറ്റ്യൂഷൻ തെറാപ്പി. ഒത്തിരി മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് മാറാനുള്ളൊരു തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത് ബീച്ച് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈയിടെ ആയിട്ട് അവർ ക്ലിനിക്ക് അവിടെ നിന്ന് മാറ്റണം എന്നുള്ളൊരു വലിയൊരു സമ്മർദ്ദം ഇവിടെ വരുന്നതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് 309 പേര് കഴിഞ്ഞ വർഷത്തിനിടയ്ക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു പോകുന്നത്, ഡെയിലി വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു സെൻ്ററാണ്. അപ്പം ഈ മയക്കുമരുന്നിന് എതിരാണ് മയക്കുമരുന്ന് മാറി നിൽക്കാനുള്ളത്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് എടുത്ത് വരുന്നവരുടെ കൂടെ തന്നെ ചിലപ്പം ഇത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരല്ലാതെ ഉപയോഗിക്കുന്ന മറ്റുള്ളവർ വരും. അപ്പോൾ അവരവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം അത് മാറ്റണം എന്നുള്ളതാണ് പബ്ലിക് പറയുന്നത്. പബ്ലിക് മീൻസ് അവിടുത്തെ ഹോസ്പിറ്റൽ അതോറിറ്റീസ്. പക്ഷേ ഇതൊരു എവിഡൻഫുള്ളി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ ഞാൻ പറഞ്ഞ 2000 ആളുകൾ നമ്മൾ കണ്ടെത്തി. 2000 ആളുകളുടെ ഇടയിലും നമ്മൾ 1 കോൺടാക്ട് നടത്തി കൗൺസിലിംഗ് നടത്തുകയൊക്കെ ചെയ്ത് അവരിൽ എല്ലാവരിലും തന്നെ വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾ, അവരുടെ കുടുംബ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതുപോലെ അവരുടെ സോഷ്യൽ ഇൻക്ലൂഷൻ നടത്തി. ഇതൊക്കെ നടത്തിയിട്ടും അപ്പം ഇതിനൊക്കെ അപ്പുറത്തും ഈ പ്രശ്നങ്ങൾ മാത്രം കാണുന്ന ഒരു സമൂഹം ഇവരെ മാറ്റി ഈ ക്ലിനിക്ക് ഇവിടെ പാടില്ല എന്ന രീതിയിൽ പറഞ്ഞത്. ഇപ്പം യെസ്, ഒരു പാർട്ട് ടൈം മെഡിക്കൽ ഓഫീസർ ഉണ്ട്, അതുപോലെ ANM ഉണ്ട്, കൗൺസിലർ ഉണ്ട്. ഇത്ര പേരാണ് ഇത് അറേഞ്ച് ചെയ്തത്. ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോജക്റ്റ് ആണ്. ചെയ്യുന്നത് NGO മാത്രം. ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലാണ് നമ്മളിപ്പോൾ ഡെയിലി 82 പേരാണ് ഇപ്പോൾ അവിടെ വന്ന് മരുന്ന് കഴിച്ചുള്ളത്. അപ്പോൾ അവരിലൊക്കെ എന്താ പറയുക വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്. അപ്പോൾ ഇത് നടത്തേണ്ടത് ഹോസ്പിറ്റലിനുള്ളിലാണ്. നേരത്തെ ഡോക്ടർ വന്ദ്രദാസിന് ഇഷ്യൂ പറഞ്ഞു, ഇതുപോലെ ഇത് ഡെയിലി നിങ്ങളത് എക്സ്പെക്ട് ചെയ്യണം. നമുക്ക് അവിടെ ഈ 3 സ്റ്റാഫ് ഉണ്ടെങ്കിൽ പോലും ഒരു നേഴ്സ് മാത്രമാണ് ഇത് റൺ ചെയ്യുന്നത്. 82 പേര് വരുന്ന 82 സ്വഭാവമായിട്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഇത് ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയാണ് വേണ്ടത്. ഹോസ്പിറ്റലിനുള്ളിലല്ല, ഹോസ്പിറ്റൽ ബിൽഡിങ്ങിനുള്ളിലല്ല, ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന് പുറത്താണ് നമ്മൾ റൺ ചെയ്ത് തുടങ്ങിയത്. ഇപ്പൊ ഹോസ്പിറ്റൽ സൂപ്രണ്ടാണ് അത് മാറ്റാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇപ്പം ഭൗതിക സാഹചര്യം ഓക്കെയാണ്. നല്ല ബിൽഡിങ്ങുകളും അതിനേക്കാൾ മനോഹരമായ ഗേറ്റുകളും എല്ലാ താലൂക്ക് ആശുപത്രിക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽപ്പെട്ടു. പക്ഷെ പലപ്പോഴും അവിടെ OPക്ക് വരുന്ന ആളുകൾ എണ്ണം വളരെ കൂടുതലാണ്. 2-3 ഡോക്ടർമാർ മാത്രമേ ഉണ്ടാവും. അതിൽ മെയിൻ ഡോക്ടർ പലപ്പോഴും മീറ്റിങ്ങിന് പോകാനുണ്ടാവും, മറ്റു പുറത്ത് പല ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പോകാനുണ്ടാവും. പിന്നെ അവിടെ നിൽക്കുന്ന ആളുകൾ നോക്കാൻ 1 ഡോക്ടറോ 2 ഡോക്ടർ മാത്രമേ ഉണ്ടാവും. ഒരാൾക്ക് ഞാൻ മനസ്സിലാക്കി പഠിച്ചിടത്തോളം 120 മുതൽ 200 വരെ പേഷ്യൻസ് ഒരു ദിവസം നോക്കാം. സ്വാഭാവികമായി ഡോക്ടർക്കും ഇറിറ്റേറ്റഡ് ആയിരിക്കും വരുന്ന പേഷ്യൻ്റ്. ചില സ്ഥലങ്ങളിൽ അത്രയുണ്ട്. അപ്പം അതിന് പിന്നെ ഒരു പരിഹാരം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം പുതിയ PSC നിയമനം വന്ന് അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സർക്കാർ ഇല്ല എന്നാണ് പറയുന്നത്. അതിന് പരിഹാരമായിട്ട് പലപ്പോഴും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഇഷ്ടംപോലെ ഫണ്ട് വെക്കുന്നുണ്ട്, പദ്ധതികൾ വെക്കുന്നുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖല കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കോടികളാണ് ചെലവഴിക്കുന്നത്. പക്ഷെ അത് പലപ്പോഴും വെള്ളപ്പുറത്തായി പോവാണ്. ഒരു ഡോക്ടറിന്റെ ശമ്പളം ഉണ്ടല്ലോ പഞ്ചായത്ത് അത് കൊടുക്കുന്നുണ്ട്. അത് 2 ഒരു പദ്ധതി വെച്ചാൽ ഈ പദ്ധതി വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ ഒരു വർഷം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 25 ലക്ഷം വെക്കാൻ ഫണ്ട് ഉണ്ട്. അതിന് മേഖലയിൽ തിരിച്ച് ഫണ്ട് ഉണ്ട്. പക്ഷെ അത് പദ്ധതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ പലപ്പോഴും വരുന്ന ഓഡിറ്റ് ഒബ്ജക്ഷനാണ്. അതുപോലെ HMC ഫണ്ട് പല ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലും ലക്ഷങ്ങൾ HMC ഫണ്ട് ഉണ്ട്. പക്ഷേ പുതിയ നിലവിലുള്ള നിയമം അനുസരിച്ച് 50%-ലധികം HMC ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല. അവിടുത്തെ ഡോക്ടർമാരെ വെക്കാനോ അല്ലെങ്കിൽ ലാബിലോ മറ്റ് നേഴ്സുമാരെ വെക്കാനോ ഒക്കെ HMC ഫണ്ട് ഉണ്ട്. പക്ഷെ അതിന് ഈ നിയമം 50%-ലധികം പോകാൻ പാടില്ല എന്നാണ് നിലവിലുള്ള നിയമം. അതിന് പിന്നെ സ്ക്രീനിങ് വെക്കാതെ HMC ഫണ്ട് എത്രയും ഈ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നിയമം കൊണ്ടുവന്നാൽ വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാകും. ഡോക്ടർമാർക്കും പ്രയാസം ഉണ്ടാവില്ല, വരുന്ന പേഷ്യൻസിനും പ്രയാസം ഉണ്ടാവില്ല. അതുപോലെ മാറ്റേണ്ട റൂളാണ് പർച്ചേസ് റൂൾ. പർച്ചേസ് റൂൾ കൊണ്ടാണ് ഇപ്പോൾ പലരും ബുദ്ധിമുട്ടുന്നത്. ഹോസ്പിറ്റലിൽ ഒരു ഫാന് കേട് വന്നാൽ, അതിൽ മരുന്നില്ലാതെ വന്നാൽ അവർക്ക് ചില പ്രത്യേക കമ്പനികൾ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ, മറ്റൊന്നും വാങ്ങാൻ പാടില്ല. അവിടെ അവർ സ്ലിപ്പ് കൊടുത്താൽ 6 മാസം വരെ കാത്തിരിക്കണം. അപ്പോഴേക്ക് രോഗി മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക്. ഒരു ഫാന് കേട് വന്നാൽ പോലും മാറ്റാൻ ആളുകൾക്ക് കഴിയാത്ത, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മാറ്റാൻ കഴിയാത്ത പർച്ചേസ് റൂൾ, ആ പർച്ചേസ് റൂളിൽ വലിയ മാറ്റമുണ്ടായി. ജനപക്ഷ പർച്ചേസ് റൂളായി മാറണം. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് കേരളത്തിലെ ജില്ലാ ഹോസ്പിറ്റലുകൾ. ഈ ഹോസ്പിറ്റലുകൾ ജില്ലാ പഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ഈ വിഷയത്തിലില്ല. കുറേയൊക്കെ ഗവൺമെൻറ് ഫിക്സ് ചെയ്യും, കുറേയൊക്കെ ജില്ലാ പഞ്ചായത്ത് ചെയ്യും, കുറേ കേന്ദ്ര സർക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ വടകര ജില്ലാ ഹോസ്പിറ്റൽ. വടകര ജില്ലാ ഹോസ്പിറ്റലിൽ ചില സ്പെസിഫൈഡ് കാര്യങ്ങൾക്ക് ഡോക്ടേഴ്സ് ഉണ്ട്, ചിലതിനില്ല.
ചിലത് നമുക്ക് വേണമെങ്കിൽ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് NHR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡോക്ടേഴ്സിനെ നിയമിക്കാം. പക്ഷേ ഇവർ വാശിയും നിയമിക്കില്ല. അങ്ങനെയൊക്കെയുള്ളൊരു പൊളിറ്റിക്കലായിട്ട് ഇടപെടൽ കുറേ നടത്തുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഓഡിറ്റും ഇല്ലാത്ത പിരിവുകൾ, ഡയാലിസിസ് സെൻ്റർ തുടങ്ങുക, അതേപോലെ തന്നെ മറ്റുള്ള അതൊക്കെ നമുക്ക് പിരിച്ചോട്ടെ, അത് നമ്മൾ സ്വകാര്യ വ്യക്തികളുടെ പൈസയൊക്കെ വാങ്ങും. പക്ഷെ അതിനൊക്കെ ഒരു ഓഡിറ്റിങ്ങും അതൊരു ഗവൺമെൻറ് സെക്ടറിലായിരിക്കണം. അപ്പോൾ ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റൽ 1,85,00,000 രൂപയാണ് ഡയാലിസിസ് സെൻ്ററിന് വേണ്ടി പിരിച്ചത്. ഈ സമയം വരെ ദൈവം സഹായിച്ചാൽ തുടങ്ങിയിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് വിവരാശ രേഖകളായിട്ട് ചോദിച്ചപ്പോൾ 1967 സ്റ്റാഫ് പാറ്റേണാണ്. ഈ സ്റ്റാഫ് പാറ്റേൺ വെച്ചുകൊണ്ട് ഡോക്ടേഴ്സിന് എങ്ങനെ ഇത് കൊണ്ടുപോകാൻ പറ്റും? വലിയ പ്രശ്നമാണ്. അത് നമ്മൾ അതിൽ UDF-ഉം LDF-ഉം കുറ്റക്കാരങ്ങളായിട്ട് പറയാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അറിയാത്തൊരു അഴിമതിയുണ്ട്. അതായത് ഏജൻസികൾ മുഖേന മാത്രമേ ടെൻഡർ വിളിക്കാൻ പാടുള്ളൂ. അത് ഈ ഗവൺമെന്റ് കൊണ്ടുവന്നൊരു പുതിയ സിസ്റ്റം. കാപ്കോപ്സ് എന്ന് പറഞ്ഞ കുറേ കടലാസ് കമ്പനികൾ വന്നിട്ടുണ്ട്. ഈ കടലാസ് കമ്പനികൾ ഏജൻസി മുഖേന വിളിക്കുന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ടെൻഡർ വിളിക്കുന്നത് ഇതെല്ലാം ഒരേ ഇത് തന്നെയായിരിക്കും, സൊസൈറ്റികൾ തന്നെയായിരിക്കും. അത് മാത്രമല്ല ഇവർക്ക് 20% കൂടുതൽ എടുക്കുകയും ചെയ്യാം. വലിയൊരു അഴിമതിയാണ്. പക്ഷെ അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്തത് 20%. അതായത് ഈ അംഗീകൃത സൊസൈറ്റികൾക്ക് ടെൻഡർ വിളിക്കുന്നതിനേക്കാൾ 20% കൂട്ടി കൊടുക്കാം. ആര് വിളിച്ചാലും അവർക്ക് വിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 20% കൂടി കൊടുക്കാം. ടെൻഡറിൽ തന്നെ കൂടി കൊടുക്കാം. അതിന്റെ ക്രൈറ്റീരിയ വെച്ചാൽ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്, സൊസൈറ്റി ആക്ട് ആണ് എന്നൊക്കെ പറഞ്ഞാണ് ചെയ്യുന്നത്. അത് ഓരോ നിയമം ആ സമയത്ത് ഓരോ നിയമങ്ങൾ നടപ്പിലാക്കണം. മാനേജ്മെന്റ് ഫീ എന്നുള്ളൊരു കാറ്റഗറി അതിൽ ഇപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഇത്തരത്തിൽ അംഗീകൃത സൊസൈറ്റികൾ, ഇപ്പം കടലാസ് സൊസൈറ്റികൾ ടെൻഡർ വിളിക്കും. ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവർ പ്രൈവറ്റ് വ്യക്തികൾ കൊടുക്കും. ആ 20% അവർ കിട്ടും. അപ്പോൾ ലാൽ സാറേ, പ്രോഗ്രാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രതീക്ഷിച്ചാലും വലിയ വിജയമായിരുന്നു. പങ്കെടുത്തവരുടെ എണ്ണം കൊണ്ടും പിന്നെ വൈവിധ്യം കൊണ്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, കോർപ്പറേഷൻ കൗൺസിലർമാർ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, സാധാരണ പൊതുജനങ്ങൾ, എല്ലാ തരം ആൾക്കാരും നമ്മളോട് സംവദിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളോട് വിഷയങ്ങൾ പങ്കിടാൻ വന്നു. നമുക്ക് അതിശയം തോന്നുന്ന ചില കാര്യങ്ങൾ കേട്ടു. സർക്കാരിൻ്റെ പണമില്ലായ്മയിൽ തുടങ്ങുന്ന പ്രശ്നങ്ങൾ തൊട്ട് കെടുകാര്യസ്ഥത വരെ, മാനേജ്മെൻറ്റ് പ്രശ്നങ്ങൾ വരെ അത്രയും വ്യാപകമാണ് വിഷയം. ചിലത് പണമില്ലാത്തതുകൊണ്ടാണ്, അതും പണം സർക്കാർ ഉണ്ടാക്കേണ്ടതാണ്. ഇനി പണം ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ അത് കോഴിക്കോട് പോലുള്ള ജില്ലയിൽ സാധാരണക്കാരന് ആരോഗ്യരംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ IP ചികിത്സ, കിടത്തി ചികിത്സ ഉച്ച കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ആശുപത്രികളിലെ മാത്രമേ സാധ്യമാവൂ, ഡോക്ടർമാരില്ലാത്ത. പിന്നെ ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെ പോലുള്ള വലിയ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിരിക്കുക. അതേസമയം ജില്ലാ ആശുപത്രിയിൽ സ്പെഷ്യലിസ്റ്റുകളില്ലാത്ത അവസ്ഥ. ഇങ്ങനെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ, പെട്ടെന്ന് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പണമില്ലാത്തതുകൊണ്ടോ കെടുകാര്യസ്ഥത കൊണ്ടോ നടക്കാതെ വരിക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത കോൺക്ലേവിന് കാണാം സാർ. കോൺക്ലേവിൽ അടുത്ത സിറ്റിംഗ് ആണ്. ഓക്കെ കാണാം സാർ. കോൺക്ലേവ് ഉണ്ടാവും സാർ. ബൈ.